ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറിന് ചിക്കൻ മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ചിക്കൻ എന്തൊക്കെയാണ് ഞാൻ പറയണത്. കുറേ ദിവസമായിട്ട് ആ ചിക്കൻ ഫ്രീസറിലിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ വെച്ചാൽ ശരിയാവില്ല, നമുക്ക് ഉണ്ടാക്കാമെന്ന്. ആദ്യം മക്രോണി ഒന്ന് വേവിച്ചെടുക്കുക, എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളക് പൊടി അല്ല, ഉണക്കമുളക് അല്ല, പച്ചമുളകും കൂടി ഇട്ടിട്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞ എല്ലാം തെറ്റിപ്പോയി. ഇനി ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക്, എന്നിട്ട് നമ്മൾ ചിക്കനില്ലേ, കഴുകിയ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇങ്ങനെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ട് അതിങ്ങനെ വെന്ത് വരും കേട്ടോ. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചിക്കനിൽ ഉപ്പിട്ടിട്ട് വേണ്ട വേവിക്കാൻ വേണ്ടിയിട്ട്. ആ ചിക്കനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വെന്ത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് സവാള, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇടാം. ഞാൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെ എന്തൊക്കെയോ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ പച്ചമണം മാറണ വരെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ മക്രോണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ അതിലേക്ക് ലാസ്റ്റ് സോയ സോസ്, ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ കറിപ്പത്തയല്ല, എന്താണ്, ധനിയപ്പത്തയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മക്രോണി റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാത്രം കാലിയായത് അറിഞ്ഞില്ല. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.